Good evening to all. Calicut University 6th Sem BCom Corporation Specialization പേപ്പർ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇതൊരു പുതിയ ചാപ്റ്ററാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രോ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ കോപ്പറേറ്റീവിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസും അതാണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ റോൾ ഓഫ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ ഒരു മാനേജ്മെൻറ്റിന് എത്രത്തോളം റോളാണ് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. അതായത് ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും കൂടെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നല്ലോ, ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, അത്തരത്തിലുള്ള കുറച്ച് പോയിൻറ്റ്സ്. പിന്നെ റിസോഴ്സസ് ടു മാനേജ്, അതായത് ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട കുറച്ച് റിസോഴ്സസ്, അതായത് ശരിയായിട്ട് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് റിസോഴ്സസ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ, ഫസ്റ്റ് പറയുന്നതാണ് റോൾ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് കമ്പൈൻസ് ഐഡിയാസ്, പ്രോസസ്, മെറ്റീരിയൽസ്, ഫെസിലിറ്റീസ് ആൻഡ് പീപ്പിൾ എഫക്റ്റീവ്ലി ടു പ്രൊവൈഡ് നീഡഡ് സർവീസസ് ടു മെമ്പേഴ്സ്, ഓണേഴ്സ്. അതായത് മാനേജ്മെൻറ്റ് ഐഡിയാസിനെയും പ്രോസസ്സിനെയും മെറ്റീരിയൽസിനെയും ഫെസിലിറ്റീസിനെയൊക്കെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ആ കിട്ടുന്ന സർവീസ് നമ്മൾ മെമ്പേഴ്സിനും ഓണേഴ്സിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് ദി ഡിസിഷൻ മേക്കിംഗ് എലമെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ്. ബ്രോഡ്ലി സ്പീക്കിംഗ്, ഇറ്റ്സ് റോൾ എൻറ്റെയിൽസ് ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഓപ്പറേറ്റിംഗ് പോളിസീസ്, പ്രൊവൈഡിംഗ് ഗുഡ് സർവീസ്, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ടു മീറ്റ് ഇറ്റ്സ് ഒബ്ജക്ട് സക്സസ്ഫുള്ളി. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് വിടുക കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് വെച്ചാൽ ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. ലൈക്ക് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, എനിവേ, റിസോഴ്സസ് ടു മാനേജ്, അതായത് ഒരു മാനേജ്മെൻറ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ റിസോഴ്സസ് വേണം, എന്നാൽ മാത്രമേ ആ മാനേജ്മെൻറ്റിന് അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയത്തുള്ളൂ. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും റിസോഴ്സസ് വേണം. അതാണ് റിസോഴ്സസ് ടു മാനേജ്. ലൈക്ക് എനി അതർ ബിസിനസ്, 3 മേജർ ടൈപ്പ് ഓഫ് റിസോഴ്സസ്. ലൈക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല, ഏത് തരം ബിസിനസ് ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ, എന്ത് സംരംഭമാണെങ്കിലും അവിടെ ഒരു മാനേജ്മെൻറ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മേജർ ടൈപ്പ് ഓഫ് റിസോഴ്സസ് മസ്റ്റ് ബി മാനേജ്ഡ് ഇൻ കോപ്പറേറ്റീവ്: പീപ്പിൾ, ക്യാപിറ്റൽ ആൻഡ് ഫെസിലിറ്റീസ്. പീപ്പിൾ വേണം, പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിലുള്ള മെമ്പേഴ്സ് ആവശ്യത്തിന് വേണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ വേണം, ഫെസിലിറ്റീസ് വേണം. പീപ്പിളിൻ്റെ കേസ് പറയുമ്പോൾ, അതായത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എല്ലാം ഉണ്ട്. ക്യാപിറ്റലുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ് കാര്യങ്ങൾ, ഫെസിലിറ്റീസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ മതിയായിട്ടുള്ള പീപ്പിളില്ല. അതായത് നല്ലൊരു മാനേജ്മെൻറ്റും ഉണ്ട്, ഡയറക്ടർ ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാനല്ലേ കഴിയൂ. അത് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേറെ മെമ്പേഴ്സ് വേണം. അപ്പോൾ ആ ഒരു മെമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പീപ്പിൾ എന്നുള്ള കേസിൽ പറയുന്നത് കേട്ടോ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് ഈസ് പീപ്പിൾ. ദ സക്സസ് ഓഫ് ഓൾ ഫേസസ് ഓഫ് ദി ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ കോമ്പിറ്റൻറ്റ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസിനെയാണ് പറയുന്നത് കേട്ടോ. പേഴ്സണൽ വർക്കിംഗ് ടുഗദർ സ്മൂത്ത്ലി ആൻഡ് efficiently. In a cooperative management also must strongly emphasize member relations because ownership, control and patronage all are member functions. This involves adequate two-way communication and information from management to members and from members to management. Continuous efforts are also needed to obtain new members to maintain the organization and an adequate volume of products or service. Okay, അതായത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അതായത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തുള്ളൂ. അവിടെ മതിയായിട്ടുള്ള അഡിക്കേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ലൈക്ക് ഏത് തരം ബിസിനസ് ആണെങ്കിലും അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ഒരുപാട് ആവശ്യത്തിലധികം എന്തുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, നല്ലൊരു മാനേജ്മെൻ്റ് ഉണ്ട്, ഡയറക്ടർ ബോർഡ് എല്ലാതും ഉണ്ട്. ഓക്കെ, ഫെസിലിറ്റീസും ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മതിയായിട്ടുള്ള ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ക്യാപിറ്റൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ക്യാപിറ്റൽ എന്താണ്, നിർബന്ധമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എ കീ ടു ഓപ്പറേറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഇൻവോൾവ്സ് മാനേജിങ് അസറ്റ്സ് സച്ച് ആസ് ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, inventories, fixed asset and investment in other organization. It includes managing liabilities such as accounts payable and current notes payable and obtaining favorable long-term financing. Sufficient member or equal capital and a sound financial position must be maintained.
that will be acceptable to creditors, suppliers, or buyers of a cooperative products. This requires periodic analysis of the cooperative's financial position, its operating efficiency, and proposal for expansion. അതായത് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആളുകൾ കടം പോലും തരത്തുള്ളൂ. ലൈക്ക് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷൻ വേണം, എന്നാൽ മാത്രമേ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. കാരണം നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം, എന്നാൽ മാത്രമല്ലേ അവർ നമുക്ക് ക്യാഷ് കടം തരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്ത് വേണം, നല്ലൊരു സൗണ്ട് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ക്യാപിറ്റലിൻ്റെ കേസ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് ഫെസിലിറ്റീസിൻ്റെ കേസ് പറയുമ്പോൾ ഇങ്ങനെ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് ഫെസിലിറ്റീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിൽ തന്നെ എംപ്ലോയീസ്, നല്ലൊരു മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടർ ബോർഡ്, ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കുറവൊന്നും പാടില്ല. ക്യാപിറ്റലാണെങ്കിലും ഉണ്ട്, പക്ഷേ ഫെസിലിറ്റീസ് ഇല്ല, അതായത് ബിൽഡിങ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ എന്താ, ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്. Building and equipment can represent a large proportion of cooperative asset. Therefore, important management consideration include scheduled maintenance, rearrangement, remodeling, and replacement to improve operating efficiency. Daily operating cost records, preventive maintenance programs for rolling stock such as delivery trucks, grounds maintenance, and pest control, adequate insurance, disposal of unproductive assets, and observance of safety, health, and other environmental regulations. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിസോഴ്സസ് ടു മാനേജ് നമ്മൾ പറയുന്നത്, പീപ്പിൾ, ക്യാപിറ്റൽ ആൻഡ് ഫെസിലിറ്റീസ്. നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് എക്സാമിന് വരുമോ എന്നറിയില്ല, എന്നാലും എസ് ആയിട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സും കമ്പയർ ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കാം. വരുന്ന ഷുവറല്ല, ഇനി വന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിച്ചേക്കാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ മേ ബി വന്നേക്കാം, ഉറപ്പ് പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ വരുമായിരിക്കും. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. എവറി ഓർഗനൈസേഷൻ ഹാസ് സം പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. ദ പ്രോസസ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ടു അച്ചീവ് ദസ് ഒബ്ജക്റ്റീവ്സ് ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അതായത് എല്ലാ ഓർഗനൈസേഷനായാലും അവർ ഓൾറെഡി അതായത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്സ് ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഇവിടെ 2 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ടു അക്കംപ്ലിഷ് ഡിസൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഡെസിഗ്നേറ്റഡ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഓൾറെഡി ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെയും അതുപോലെ തന്നെ മെറ്റീരിയൽസിനെയും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഓർഗനൈസേഷൻ, ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി പീപ്പിൾ ടു അച്ചീവ് ദസ് ഗോൾസ്. പിന്നെ ഹെൻറി ഫയോളിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Management is a process and it involves some steps. He classified management functions into 5 parts: planning, organizing, command, coordination, and control. Okay. This classification is widely accepted in management world. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പ്ലാനിങ് നോക്കാം. ദ മോസ്റ്റ് ബേസിക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഈസ് പ്ലാനിങ്. എവറി എൻ്റർപ്രൈസസ് ഓർ മാനേജർ ഹാസ് ടു പ്ലാൻ ആൻഡ് ഓൾ അതർ ആക്ടിവിറ്റീസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ പ്ലാനിങ്. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇത് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. എവറി മാനേജർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, planning is deciding in advance what to do, how to do, when to do it and who is do it. അതായത് പ്ലാനിങ് എന്ന് പറയുമ്പോൾ
ഡിസൈഡ് ചെയ്യണം, അതായത് മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. ഡിസൈഡിങ് അഡ്വാൻസ് ഇൻ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്. അതാണ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഈസ് ഡു ഇറ്റ്, ആരെക്കൊണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്ലാൻ, ഡിസൈഡ്, എൻ്റർപ്രൈസ് ഒബ്ജക്ട്സ് ആൻഡ് ഗോൾസ് ആൻഡ് ഡിറ്റർമൈൻസ് വേ ഓഫ് റീച്ചിങ് ദം. പ്ലാനിങ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ തിങ്സ് to occur which otherwise would not happen. Without planning, things are left to change. Planning is thus an intellectual process, the strong determination of courses of action and basing of decisions on purpose, facts and considered estimate. Without planning, the production will halt within days for want of components. In every field now there is planning. Changes and economic growth create opportunity for new ventures, but they also have risk, particularly in a competitive situation. It is the task of planning to minimize risk while taking advantage of opportunities. അതായത് പ്ലാനിങ് റിസ്ക് കുറയ്ക്കുന്നതാണ് പറയുന്നത്. പിന്നെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച് ഈ പ്ലാനിങ്ങിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ ഫസ്റ്റ് സെം മുതലേ പറയുന്നതല്ലേ. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ഓർഗനൈസിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് ഗ്രൂപ്പ് ദി വർക്ക് ടു പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദി പേർപ്പസ് ഓഫ് എനാബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫക്റ്റീവ്ലി ടുഗദർ ഇൻ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള വർക്ക് എനിക്ക് അവരെന്ത് ചെയ്ത് തരാം, ഓർഗനൈസ് ചെയ്ത് തരാം. അങ്ങനത്തെ ഒരു പ്രോസസ്സ്, അതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റാഫിങ്. സ്റ്റാഫിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ അവർക്കുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, പിന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് സ്റ്റാഫിങ്. അതായത് റൈറ്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻറ്റ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. അതായത് ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു എഞ്ചിനീയർ എടുത്തിട്ട് ഒരു അക്കൗണ്ടൻ്റ് ആക്കി അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ഓൾറെഡി ഒരാൾ അല്ലെങ്കിൽ 1-2 ആൾക്കാർ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇനിയും വേറൊരാളെ കൂടെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ശരിയായ സമയം എന്ന് പറയുന്നത്. ഓക്കെ. ശരിയായ വ്യക്തി ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം. അതാണ് സ്റ്റാഫിങ്ങിൻ്റെ മെയിൻ. സ്റ്റാഫിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, അത് അങ്ങനെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഇല്ല. അത് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഓൾ ഓർഗനൈസേഷൻ. ദിസ് റിസോഴ്സ് ആർ ടു ബി പ്ലാൻഡ്, റിക്രൂട്ടഡ്, സെലക്റ്റഡ്, പ്രോപ്പർലി ട്രെയിൻഡ്, അപ്രൈസ്ഡ് ആൻഡ് റെമ്യൂണറേറ്റഡ്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് all these aspects. Staffing means hiring and developing required personnel to fill in various positions in the organization. In simple words, staffing is the process of obtaining capable and competent people to fill all positions from top management to operative management. This includes recruitment, selection, training, development and appraisal of employees. Okay. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ലോവർ ലെവലിൽ വരെ ഒരു ഡയറക്റ്റിംഗ് ഉണ്ടായിരിക്കും. അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലീഡർഷിപ്പിന് വേണ്ടി ആളുകളുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഡയറക്റ്റിംഗ് കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. റെസ്പോൺസിബിലിറ്റി നോട്ട് ഓൺലി പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ദ ഓപ്പറേഷൻ ബട്ട് ഓൾസോ ഓഫ് ഗൈഡിങ് ആൻഡ് സൂപ്പർവൈസിങ് ദി സബോർഡിനേറ്റ്സ്. ദിസ് ഈസ് precisely the managerial function of direction. The function of direction has 3 essential components: issue of orders and instructions, guiding and teaching the subordinates in the proper methods of work, supervising the subordinates to ensure that their performance conform their plannings. ഇപ്പോൾ ഈ ഡയറക്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ the function of direction involves function of leadership. Leadership has been defined by Chester as the quality of the behavior of individuals whereby they guide people or their activities in organized effort. A leader has the function of interpreting the objective of group effort and guiding or leading the group as a team toward the realization of those objectives. അതാണ് ലീഡർഷിപ്പ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് എസെൻഷ്യലാണ്. കാരണം ടോപ്പ് മാനേജ്മെൻറ്റ് അതായത് പൊസിഷനിൽ മാറ്റില്ലാണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ അവിടെ തീരുമാനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ, ഡിസിഷൻസ് എടുക്കാൻ കഴിയത്തുള്ളൂ.
പ്ലാനിങ്സ് ലൈക്ക് നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. Communication is essential for the success of cooperative organization. It is an indispensable part of management. It is a continuous and pervasive activity. A manager spends much of his time for communication purpose. It offers following advantage. അതായത് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബേസിസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് കോർഡിനേഷൻ, promotes cooperation and human relation, increases managerial efficiency, brings motivation and moral. പിന്നെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓർഡിനറിലി കൺട്രോൾ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അണ്ടർസ്റ്റുഡ് ആസ് ഗിവിംഗ് ഓർഡേഴ്സ് ഓർ കമാൻഡ്, ബട്ട് ഇൻ മാനേജറിയൽ ഫംഗ്ഷൻ കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് ദി സ്റ്റെപ്സ് ടേക്കൺ ടു എൻഷുർ ദാറ്റ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ കൺഫോംസ് ടു ദി പ്ലാൻസ്. എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദി വർക്ക് ഫോർ വിച്ച് ഹീ ഈസ് അക്കൗണ്ടബിൾ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലൊരു കൺട്രോൾ കൊടുക്കുക. ഏത് പെർഫോമൻസ് ആണെങ്കിലും അതിനെയാണ് എന്ത് പറയുന്നത്, മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൺട്രോളിങ് ഉറപ്പ് വരുത്താനുള്ളത്. ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതായിരുന്നു ഏത്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്ങിൽ വരുന്നതാണ് ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും, പിന്നെ കൺട്രോൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ഓൾറെഡി നമ്മൾ 5th സെമ്മിലും ഇപ്പോൾ 6th സെമ്മിലും നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ 18 വയസ്സ് തികഞ്ഞ ആർക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ കഴിയും, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ. പാവപ്പെട്ടവനും പണക്കാരനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെടുക്കാം, അംഗത്വം എടുക്കാം. കോപ്പറേറ്റീവ് ആർ വോളണ്ടറി ഓർഗനൈസേഷൻ ഓപ്പൺ ടു ഓൾ പേഴ്സൺ ഏബിൾ ടു യൂസ് ദെയർ സർവീസ് ആൻഡ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെമ്പർഷിപ്പ് വിത്തൗട്ട് ജെൻഡർ, സോഷ്യൽ സ്കിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഓർ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അതാണ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണുള്ളത്, 1 man 1 vote. ഓക്കെ, അതായത് അതിലുള്ള മെമ്പേഴ്സ് തന്നെയായിരിക്കും അവിടെ ഇലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് ആരൊക്കെയാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതിലുണ്ടായിരിക്കുക. കോപ്പറേറ്റീവ് ആർ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ കൺട്രോൾഡ് ബൈ ദെയർ മെമ്പേഴ്സ് who actively participate in setting their policies and making decisions. Men and women serving as elected representatives are accountable to their membership. In primary, cooperative members have equal voting rights, 1 member 1 vote, and cooperative at other levels are organized in democratic manner. നെക്സ്റ്റ് പറയുന്നതാണ് മെമ്പർ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പർ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുകയാണെങ്കിലും ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് എല്ലാ മെമ്പേഴ്സിനും എന്താണ്, സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഷെയർസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ ഷെയർസ് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവരായിരിക്കും നമ്മൾ ഡയറക്ടർ ബോർഡിൽ അംഗത്വം എടുക്കുക, അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പവർ ഉണ്ടായിരിക്കുക. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അങ്ങനെയല്ല, എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ആയുള്ള ഒരു എമൗണ്ടാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എല്ലാ വ്യക്തികളും. ഓക്കെ, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ദ ക്യാപിറ്റൽ ഓഫ് ദെയർ കോപ്പറേറ്റീവ്. അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് യൂഷ്വലി ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ദി കോപ്പറേറ്റീവ്. ദേ യൂഷ്വലി റിസീവ് ലിമിറ്റഡ് കോമ്പൻസേഷൻ ഇഫ് എനി ഓൺ ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ആസ് എ കണ്ടീഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ cooperative are autonomous self-help organization controlled by their members. If they enter into agreement with other organization, include government, or raise capital from external sources, they do so on terms that ensure democratic control by their members and maintain their cooperative autonomy. Okay, നെക്സ്റ്റ് പറയുന്നതാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങും ഒക്കെ ഇൻഫോർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ. കോപ്പറേറ്റീവ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു ദെയർ മെമ്പേഴ്സ്, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്, managers and employees so they can contribute effectively to the development of their cooperatives. They inform the general public, particularly young people and opinion leaders, about the nature and benefits of cooperation. Okay,
നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. എന്ന് വെച്ചാൽ അതായത് നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഇതെന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. സോ കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കണം, അതായത് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് കോപ്പറേറ്റീവ്സ് സെർവ് ദെയർ മെമ്പേഴ്സ് മോസ്റ്റ് എഫക്റ്റീവ്ലി ആൻഡ് സ്ട്രെങ്തൻ ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്ട്രക്ചർ. ഓക്കെ. പിന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കണം. അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആവരുത്. വൈൽ ഫോക്കസിങ് ഓൺ മെമ്പർ നീഡ്സ്, കോപ്പറേറ്റീവ് മസ്റ്റ് വർക്ക് ഫോർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് ത്രൂ പോളിസീസ് അക്സെപ്റ്റഡ് ബൈ ദെയർ മെമ്പേഴ്സ്. To sum up, linking management principle with the cooperative principle is the fundamental action for effectively managing a cooperative organization successfully. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവിൻ്റെ പ്രിൻസിപ്പിൾസ് ആണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ആയിട്ടും ഷോർട്ട് എസ് ആയിട്ടും ചോദിച്ചേക്കാം. എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. മേ ബി വന്നേക്കാം, കാരണം വരാനുള്ളത് ഐറ്റംസൊക്കെ ഇതിലുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു.